Hello dear students, welcome to the first lecture of the bonus share. The previous videos we discussed the first chapter, it's the right shares, and this chapter we are going to discuss what you mean by this bonus share and what are the different accounting entries regarding the bonus shares, and what are SEBI guidelines regarding the issue of the bonus share, what is the difference between the bonus share and the right share. Okay, and just starting with what you mean by the term is a bonus share. The term the bonus means it's like an extra or the free. That means it's giving the something extra without any additional cost and giving something extra. The term is known as the bonus. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുന്നു, പക്ഷെ നമ്മൾ പൈസ കൊടുക്കുന്നില്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എലമെന്റിനെയാണ് നമുക്ക് ബോണസ് എന്ന് പറയാം. And the bonus share means similar term. It's like an additional shares given to the existing shareholders without any additional cost. It's based number of the share that shareholders own. So the bonus share means it's like a additional share given to the existing shareholders without any additional cost. നമ്മൾ റൈറ്റ് ഷെയർസ് പഠിക്കുമ്പോൾ പറഞ്ഞു is also given to the existing shareholders. പക്ഷെ റൈറ്റ് ഷെയറിൽ നിങ്ങൾ പൈസ കൊടുക്കണം, റൈറ്റ് ഷെയർസ് വാങ്ങിക്കാൻ നിങ്ങൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ ബോണസ് ഷെയർസ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയർ ആണ് ബോണസ് ഷെയർ. ദാറ്റ് ഈസ് എ ടീം is a bonus share. It's like an additional share given to the existing shareholders without any additional കോസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. അത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സപ്പോസ് എ കമ്പനി അവർക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, ഒരുപാട് പൈസ ലാഭം കിട്ടുന്ന, ഒരു വർഷം ഒരുപാട് പൈസ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്യണത് അതിന് ഡിവിഡൻഡ് കൊടുക്കില്ല, വളരെ കുറച്ച് ഡിവിഡൻഡ് മാത്രമേ കൊടുക്കുള്ളൂ, ബാക്കിയുള്ളത് അവർ റിസർവ് ആയിട്ട് എടുത്തു വെക്കും. അതൊരു കമ്പനിക്ക് 1000 കോടി കിട്ടുന്നെങ്കിൽ 1000 കോടിയിൽ നിന്ന് കുറച്ച് പൈസ മാത്രം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക, ബാക്കിയുള്ളത് മുഴുവൻ അവർ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുക. റിസർവ് എന്ന് പറഞ്ഞൊരു ഭാവിക്ക് വേണ്ടി കരുതി വെക്കുകയാണ്. അപ്പം അങ്ങനത്തെ കമ്പനികളാണ് നോർമലി ബോണസ് ഷെയർസ് കൂടെ ചിലപ്പോൾ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരാം. ലിസൺ, sometimes the company distribute a small portion of the profit as a dividend. പ്രോഫിറ്റ് കുറച്ച് ഭാഗം മാത്രമേ ഡിവിഡൻഡ് ആവുള്ളൂ. ദിസ് റിസൾട്ട്സ് ഇൻ അക്യുമുലേഷൻ ഓഫ് ദ ലാർജ് റിസർവ്. അങ്ങനെ ഒരു കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ there is a possibility for the large reserve. ഒരുപാട് റിസർവ്സ് അവർക്ക് ഉണ്ടാവുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. റിസർവ് കൂടും, പ്രോഫിറ്റ് ഇന്ന് ഒരുപാട് പൈസ കുറച്ച് മാത്രം ഡിവിഡൻഡ് കൊടുക്കുന്നെങ്കിൽ അവർക്ക് നോർമലി അവരുടെ റിസർവ് കൂടിക്കൊണ്ടിരിക്കും. When the accumulated reserve exceed its requirement, റിസർവ് ആവശ്യത്തിൽ കൂടുതലാവുന്നു. കമ്പനി റിസർവ് ഒരുപാട് കീപ്പ് ചെയ്തു, പക്ഷെ അവരുടെ റിസർവ്സ് ആവശ്യത്തിൽ കൂടുതലാവുന്നു. When the accumulated reserves exceed its requirement, the management distribute whole or the portion of this accumulated reserve among the existing shareholders in the form of the bonus. That is a free cost. അങ്ങനെ റിസർവ് ആവശ്യത്തിൽ കൂടുതലാവുമ്പോഴാണ് ആ റിസർവ് അവരിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് അവരെന്ത് ചെയ്യും, അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കും. കാരണം ഒരുപാട് റിസർവ് അവരെ കയ്യില്ല, ഇനി ആ റിസർവ് കൂട്ടിയേക്കില്ല അർത്ഥമില്ല. അപ്പം അങ്ങനെ റിസർവ്സ് കൂടുമ്പോൾ അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അത് അതിന് കുറച്ച് ബോണസ് ആയിട്ട് കൊടുക്കും. ആ ബോണസ് ഈസ് ലൈക്ക് എ ഫ്രീ ഓഫ് കോസ്റ്റ്. പൈസ കൊടുക്കേണ്ടാവും. ഇപ്പം ഷെയർ ആണെങ്കിൽ ഷെയർ ആയിട്ട് തന്നെ അവർ കൊടുക്കും. അത് ഷെയർ ആയിട്ട് കൊടുക്കുമ്പോൾ ഷെയറിന് പൈസ അവർ കളക്ട് ചെയ്യില്ല. The term is known as the bonus. So once again, the bonus share is shares that issued to the existing shareholders without any additional cost. Like the right shares is also given to the existing shareholders. But there is they paid. Existing പൈസ കൊടുത്തുകൊണ്ടാണ് അവർ റൈറ്റ് ഷെയർസ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബോണസ് ഷെയർസ് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയർസ് ആണ്, ദാറ്റ് ഈസ് bonus shares. This situation, sometimes the companies distribute a small portion of the profit as a dividend. This results in accumulation of the large reserve. So naturally there is chance for increase in reserve. There is giving all the small portion of the profit as a dividend. There is chance for increasing the reserves. When the accumulated reserves exceed its requirement, the management may distribute the whole or certain portion of this reserve to the excess shareholders in the form of shares. This type of shares is known as the bonus shares. അവിടെയാണ് ബോണസ് ഷെയർസിന്റെ പ്രസക്തി. ഓക്കെ, and
What are these methods for the bonus share? Normally there are two methods for the bonus share. Bonus രണ്ട് രീതിയിലാണ് കൊടുക്കുക. One is a cash bonus, another one is a bonus share. Bonus രണ്ട് രീതിയിൽ കൊടുക്കുക. നമുക്കിവിടെ പഠിക്കാനുള്ളത് ബോണസ് ഷെയർസ് ആണ്. പക്ഷെ ബോണസ് കൊടുക്കുന്നത് രണ്ട് രീതിയാണ്. One is a cash bonus and another one is a bonus shares. Cash bonus means the bonus paid in the cash when the company have the sufficient cash balance and they give the bonus in the form of the cash. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരുപാട് റിസർവ് ഉണ്ട് അല്ലേ, ആ റിസർവ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവർ ബോണസ് ഇഷ്യൂ നടത്തുക. ആ ബോണസ് അവരെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക. ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ബോണസിനെ പറയുന്നത് ദാറ്റ് ഈസ് യുവർ ക്യാഷ് ബോണസ്. ബോണസ് പെയ്ഡ് in cash when the company have the sufficient cash balance without affecting this working capital. Without working capital ബാധിക്കാൻ പാടില്ല. വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാതെ ഒരു ക്യാഷ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ that term is known as your the cash bonus. And what is a bonus share? If the cash is insufficient, the payment of the cash bonus is likely affecting the working capital. അതായത് അവർക്ക് ക്യാഷ് ബാലൻസ് ഇല്ലെങ്കിൽ അവർ വെറുതെ ക്യാഷ് കൊടുക്കാൻ സാധിക്കില്ല. ക്യാഷ് കൊടുത്തതിന് ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ബാധിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ, ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ദ കമ്പനി മേ ഇഷ്യൂ ദ ബോണസ് ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ക്യാഷ് ആയിട്ട് കൊടുക്കാം. ക്യാഷ് ഇല്ലെങ്കിൽ കമ്പനീസ് നോർമലി ചെയ്യുക അവിടെ ഷെയർ ആയിട്ട് കൊടുക്കും. ആ ലാഭം അവർ ഷെയർ ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും. The term is known as your the bonus. These are two important methods of the bonus. The one is the cash bonus, another one is the bonus shares. Cash bonus means the company paid the bonus in the form of the cash without affecting the working capital, without compromising the working capital. The term is known as your the cash bonus. And another one is your the bonus shares. Suppose the cash is insufficient, the payment of the cash bonus is likely to affect the working capital. Normally, this situation they are paying the shares in the paying the bonus in the form of the share. The term is known as the bonus. These are two important methods for the bonus shares. And these are the guidelines for the bonus issue of company. ഒരു company bonus issue നടത്തുന്നുണ്ടെങ്കിൽ as per SEBI point of view, there is a guideline. What are the important guidelines relating with the bonus issue? Listen, the first guideline that no bonus shares are diluted other share. Bonus shares മറ്റ് ഷെയർസ് ആയിട്ട് മിക്സ് ചെയ്യരുത്. ബോണസ് ഷെയർസ് ഇസ് ലൈക്ക് എ ബോണസ് ഷെയർ. അത് ബോണസ് ഷെയർസ് ആയത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കണം. ബോണസ് ഷെയർസ് ഇസ് എ ഫ്രീ ഓഫ് കോസ്റ്റ്. ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ പെയ്ഡ് ആണ്. റൈറ്റ് ഷെയർസ് നമ്മൾ പറഞ്ഞ പെയ്ഡ് ആണ്. പക്ഷെ ബോണസ് ഷെയർസ് ഇസ് ഓൾവേസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ആൻഡ് സെക്കൻഡ് ഗൈഡ് ലൈൻ ഇറ്റ്സ് എ ബോണസ് ഇഷ്യൂ ഫ്രം ഫ്രീ റിസർവ്. നിങ്ങൾക്ക് ഒരുപാട് റിസർവ് ഉണ്ടെങ്കിൽ മാത്രം, റിസർവ് കുറയ്ക്കാൻ വേണ്ടി മാത്രമേ നോർമലി ബോണസ് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. സെക്കൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ചില കമ്പനീസിന് ഒരുപാട് റിസർവ് വരുമ്പോൾ ആ റിസർവ് കുറയ്ക്കാനാണ് അവർ എന്ത് ചെയ്യുക, നോർമലി ബോണസ് ഇഷ്യൂവിനെ പോവുക. ബോണസ് രണ്ട് രീതിയിൽ കൊടുക്കും, ക്യാഷ് ആയിട്ട് കൊടുക്കാം ഓർ ഇത് ഷെയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദിസ് ബോണസ് ഇഷ്യൂ ഇസ് ഫ്രം ദ ഫ്രീ റിസർവ്. And third one is revaluation of reserve is not eligible. Our reserves revalue ചെയ്യരുത്. പിന്നെ the revaluation of the reserves are not eligible. The revaluation process റിസർവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ അത് നമുക്ക് ആവശ്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പരിപാടി ഒന്നുമില്ല. Revaluation is not allowed for the bonus issue. And the issue in lieu of the dividend is not allowed. ബോണസ് ഡിവിഡന്റിന് പകരമായിട്ട് നിങ്ങൾ ഒരിക്കലും ബോണസ് ഇഷ്യൂ ചെയ്യരുത്. ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് പകരമായിട്ട് ഒരിക്കലും നിങ്ങൾ ബോണസ് ഇഷ്യൂ ചെയ്യരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്. ദ ഇഷ്യൂ ഇൻ ലീ ഡിവിഡൻഡ് ഈസ് നോട്ട് അലൗഡ്. ആൻഡ് അനദർ വൺ ഈസ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ നോട്ട് എലിജിബിൾ. ദാറ്റ് മീൻസ് സപ്പോസ് യു ആർ ഗിവിംഗ് ദ bonus issue, the partly paid shares are not eligible. So that means only fully paid up shares കൊടുക്കുന്നുണ്ടെങ്കിൽ bonus issue shares നിങ്ങൾ fully paid up ആയിട്ട് തന്നെ കൊടുക്കണം. So that is a partly paid shares are not eligible. It's only the fully paid up. And the time within the which bonus shall be made, implementing the proposal of the bonus within the period. 6 മാസം ടൈമിംഗ് ആണ് പറഞ്ഞത്. ആ ടൈം മന്ത് ആണ് നോർമലി ബോണസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Time within which bonus shall be made. These are the guidelines regarding the bonus issue of the company. The first guideline is once again that no bonus shares shall diluted with other issue. A bonus issue is always free from the reserve, and revaluation of reserves not eligible.
issue in lieu of the dividend is not allowed. The partly paid shares are not eligible unless this converted into fully made up. അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് 8 രൂപയുടെ ഷെയർ 10 രൂപ ഫേസ് വാല്യൂ 8 രൂപയാണ് പെയ്ഡ് അപ്പ് ആണെങ്കിൽ ബാക്കി 2 രൂപ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അതിന് 2 രൂപ കൊടുത്തതിന് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലോസ് ആണ്. ഇപ്പോഴും ഓർമ്മയിൽ വെക്കുക, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ നോട്ട് എലിജിബിൾ ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ ആക്കിയിട്ട് മാത്രമേ ബോണസ് ഇഷ്യൂ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് ദ ടൈം പീരീഡ് ദാറ്റ് ഈസ് ദ 6 months. These are the SEBI guidelines regarding the bonus issue. And these are the conditions for the issue of the bonus shares. Listen, this is a big guideline for the bonus issue, and these are the conditions for the issue of the bonus shares. The first one is the issue of the bonus share should be authorized by the article. നിങ്ങൾ ബോണസ് ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 2 ഇതിൽ ബോണസ് കൊടുക്കാന്ന് പറഞ്ഞ കമ്പനീസിന്, വൺ ഈസ് എ ക്യാഷ് ഫോം, അനദർ വൺ ഈസ് എ ഷെയർസ് ഫോം. ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡയറക്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷെ ഷെയർ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സപ്പോസ് യു ആർ ഗിവിംഗ് ദ ബോണസ് ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബോണസ് ഷെയർസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ പറയുന്നത്. The condition for the issue of the bonus shares. Suppose you're giving the shares in the form of the bonus. The first important condition is the issue of the bonus shares should be authorized by the article. നിങ്ങളുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, കമ്പനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ it must be authorized. ഇഷ്യൂ ഓഫ് ബോണസ് നിങ്ങളുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. And second one is the proposal regarding the issue of the bonus shares should be approved by the members in the general meeting. നിങ്ങളുടെ കമ്പനിയിലെ മെമ്പേഴ്സ് അത് അംഗീകരിക്കണം. ഇറ്റ്സ് അപ്രൂവ്ഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. ദ പ്രപ്പോസൽ, നിങ്ങളുടെ ബോണസ് ഷെയർസ് കൊടുക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ പ്രപ്പോസൽ കമ്പനീസ് അംഗീകരിക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് ദ കമ്പനി ഷുഡ് ഹാവ് ദ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്. നമുക്കറിയാം ലാഭം കൂടി. ആൻഡ് റിസർവ്സ്, അതിൽ നിന്ന് റിസർവ്സും ഉണ്ട്. അതായത് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് പെർമിറ്റ് യൂസ് ഓഫ് ദ ബോണസ് ഷെയർ. അതായത് നിങ്ങൾക്ക് റിസർവ്സ് ഉണ്ടായിരിക്കണം. മാൻഡേറ്ററി റിസർവ്സ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കാറുണ്ട്. റിസർവ്സ് മാൻഡേറ്ററി ആയിട്ട് ചിലപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നതായിരിക്കും. ആ റിസർവുള്ള പൈസ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ബോണസ് ഷെയർസ് ചെയ്യാനായിട്ട് സാധാരണ നിങ്ങൾക്ക് തോന്നിയമാരുടെ ബോണസ് ഷെയർസ് പല റിസർവ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. റിസർവ് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിയുള്ള എക്സസ് റിസർവ്സ് വന്നാണ് നമ്മൾ ബോണസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. And the last one is bonus issue should be satisfy the guidelines of the SEBI. These are the important guidelines of the SEBI. No bonus shares diluted and the bonus shares. ഈ ഗൈഡ്ലൈനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത്. These are the condition for the bonus shares. So once again, issue of the bonus shares should be authorized by the article, and the proposal regarding the issue of the bonus should be approved by the members. And another one is sufficient profit and the reserve bonuses should be satisfy the guidelines of the SEBI. And these are the important theoretical sides of the bonus shares. So what is the bonus share? The bonus share, the first of all, the term the bonus means addition or extra or the free. A bonus shares mean that this is shares, additional shares given to existence without any additional cost. And then situation, the company distribute a small portion of the profit distributed, and there's a chance for increasing the reserves, the chance for the large reserve. When accumulated reserves are exceed its requirement, the management may distribute the vote or certain portion of these reserves among the existing shareholders in the form of the bonus. ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഒരുപാട് റിസർവ്സ് ഉണ്ട്. ആ റിസർവ്സ് കുറയ്ക്കാനായിരിക്കും പലപ്പോഴും അവർ ബോണസിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ബോണസ് കൊടുക്കണം. അതായത് ഒരിക്കലും പൈസ കളക്ട് ചെയ്യാൻ ഫ്രീ ആയിട്ടാണ് അത് കൊടുക്കുക. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിൻ്റെ ഇഷ്യൂ നോമിനായിട്ട് വരിക. ദാറ്റ് ടേം ഈസ് നോൺ ആസ് ദ ബോണസ് ഷെയർസ്. ദീസ് മെത്തേഡ്സ് ഓഫ് ദ ബോണസ്, and these are the SEBI guidelines regarding the bonus issue, and this is a condition for the issue of the bonus share. Okay, let's moving to the journal entries. എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് ഇവിടെ ആവശ്യമായിട്ട് വരിക? വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ഈ ജേണൽ എൻട്രി മാത്രമേ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. What are the importance conditions, then after that what are the important journal entry. Before that, what are the basic difference between the right shares and the bonus? നമ്മൾ പറഞ്ഞു, the right shares mean these are the shares as given to the existing shareholders, but the bonus shares similarly that is given to the existing shareholder. The first difference, the right shares is normally
given to the excess share in the form of the paid, pay ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ പെയ്ഡ് ആണ്. But the bonus shares is a free of cost. Normally the bonus shares is always the free of cost. And the right shares, the creation, these are the additional shares created. Right shares കൊടുക്കുമ്പോൾ there is chance for increasing the additional shares. And the bonus shares is a creation out of the accumulated profit and reserve. നിങ്ങളുടെ റിസർവ്സിൻ്റെ എലമെന്റ് കുറയ്ക്കാനാണ് ബോണസ് ഷെയർസ് ചെയ്യുന്നത്. അഡീഷണൽ ഷെയറിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ്സ് ബേസിക്കലി ഫോർ ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ദ റിസർവ്സ്. അത് ക്രിയേറ്റഡ്, അതിൽ നിന്നാണ് നിങ്ങൾ നോർമലി എന്ത് കൊടുക്കുക, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഒരിക്കലും ഷെയറിൻ്റെ എണ്ണം കൂട്ടാനുള്ള നിങ്ങളുടെ റിസർവ്സ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബോണസ് ഷെയർസ് നോർമലി ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഇമ്പാക്ട് വലിയ കാര്യമായിട്ട് വരില്ല. കാരണം നിങ്ങളുടെ റിസർവ്സ് കുറയ്ക്കും, ഷെയറിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ബാലൻസ് ആയിട്ട് നിൽക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഷെയറിൻ്റെ എണ്ണം കൂടും. റൈറ്റ് ഷെയർസിൽ ഷെയറിൻ്റെ എണ്ണം കൂടും. ആൻഡ് വാട്ട്സ് ദ പർപ്പസ്? Then it is a fresh capital of the company. Right shares are always a fresh capital, rise the new or the fresh capital of the company. But the bond shares to bring the market price of the share within the attractive range. കാരണം അവിടെ മാർക്കറ്റ് പ്രൈസിൽ to bring the market price of the shares within the attractive range. കാരണം അവിടെ മാർക്കറ്റ് പ്രൈസിന് ഒരുപാട് സ്വാധീനം. ബോണസ് ഷെയർസ് കൊടുക്കുമ്പോൾ നോർമലി ഇത് ജനറലുകൾക്ക് ഹാപ്പിയാണ്, കാരണം അഡീഷണൽ ഷെയർസ് കിട്ടണം. അപ്പോൾ അത് മാർക്കറ്റ് പ്രൈസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് റൈറ്റ് ഷെയർസ് ഫ്രഷ് ക്യാപിറ്റൽ പോയിന്റ് ഒരു മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ആൻഡ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ, ദ റൈറ്റ് ഷെയർസ് ഇറ്റ് ഈസ് മാൻഡേറ്ററി. ദ റൈറ്റ് ഷെയർസ് ഇസ് എ മാൻഡേറ്ററി, ദ ബോണസ് ഷെയർസ് നോട്ട് നെസസറി. അത് കമ്പനീസ് ആക്ട് നമുക്ക് ആവശ്യത്തിന് മാത്രമേ, നോട്ട് നെസസറി. ഇത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. റൈറ്റ് ഷെയർസ് ഒരു മാൻഡേറ്ററി ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി. അത്ര ആവശ്യമുള്ള ഒരു എലമെന്റ് എന്നല്ല, ബോണസ് ഷെയർസ് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. റൈറ്റ് ഷെയർസ് കുറച്ച് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാറുണ്ട്. And these are the basic difference between the right shares and the bonus shares. So right shares mean these are the shares given to the existing shareholders, and the bonus shares is always given to the existing shareholders, but there is a free of cost. The right shares is a paid for, there is a discount price out of വരുന്നുണ്ട്, പക്ഷെ free cost ആണ്. And there is chance for the additional shares are created and is a accumulated profit and reserves, the creation out of the accumulated profit and the reserves, and it's always raise the new capital and bring the market price. The bonus shares always bring the market price, and right shares it's mandatory, but the bonus shares it is not necessary. These are the difference between this bonus shares and the right shares. Okay, and after that what are journal entries? രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി ഭാഗം ഇവിടെ ശ്രദ്ധിക്കുക, കാരണം ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത്. The first situation when fully paid bonus shares are issued. ശ്രദ്ധിക്കുക, രണ്ട് രീതിയിൽ ബോണസ് ഇഷ്യൂ അവർ നടത്തണം. ബോണസ് ഷെയർസ് രണ്ട് രീതിയിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഒന്ന് ഫുള്ളി പെയ്ഡ് ഓഫ് ആയിട്ട്, ഫുള്ളി പെയ്ഡ് 10 രൂപയുടെ ഫേസ് വാല്യൂയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഫുള്ളി പെയ്ഡ് ഓഫ്. Then to converting the partly paid up shares into the fully paid up. ചില സിറ്റുവേഷനിൽ അത് 10 രൂപയുടെ ഫേസ് വാല്യൂ ഷെയർ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ 2 രൂപ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറവാണ്. അപ്പോൾ അത് പാർട്ട്ലി പെയ്ഡ് ആണ്. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് മാറ്റണം. നമ്മൾ നേരത്തെ ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 രൂപയുടെ ഫേസ് വാല്യൂയുടെ ഷെയർ 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. അപ്പോൾ അതിന് 2 രൂപയുടെയും കൊടുത്ത് എന്താക്കി മാറ്റണം, ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് മാറ്റണം. ദാറ്റ് ഈസ് നോൺ ആസ് converting the partly paid shares into the fully paid up shares. These are the two important situations in the journal entry. First one, when fully paid up bonus shares are issued, and another one is to converting the partly paid up shares into fully paid up. The fully paid up ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ വരാം, at par or the premium. രണ്ട് രീതിയിലാണ് എൻട്രീസ് വരാം, at par or the premium, and converting the partly paid shares ന് another entries ആണ്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് അത് പാറും പ്രീമിയമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. ഓക്കെ, ദ ഫസ്റ്റ് ജേണൽ എൻട്രി റിഗാർഡിംഗ് ദ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ദ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ദർ ഈസ് ദ ടു സിറ്റുവേഷൻ, അറ്റ് പാർ ഓർ ദ പ്രീമിയം. രണ്ട് സിറ്റുവേഷൻസ് ആവും. അറ്റ് പാർ ഓർ ഒന്നെങ്കിൽ പാർ വാല്യൂലായിരിക്കും, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പാർ ആൻഡ് ദ പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് എ പാർ ആണെങ്കിൽ എന്ത് എൻട്രീസ് ഒക്കെയാണ് വരാം? രണ്ട് എൻട്രി ഇവിടെ വരുള്ളൂ. ശ്രദ്ധിക്കുക, വൺ ഈസ് ഇഷ്യൂഡ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ബോണസ്. ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് എൻട്രി ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ്, സെൻട്രൽ റിസർവ് അക്കൗണ്ട് അറ്റ്, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട് അറ്റ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അറ്റ്,
the capital reserve account debtor to bonus to shareholders. ഇതിലെല്ലാതും ഉണ്ടായിരിക്കില്ല, ആവശ്യമുള്ളത് മാത്രമേ ആവശ്യമുള്ള റിസർവ്സ് മാത്രം പറയാം. എവിടെ നിന്നാണ് ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ റിസർവിൽ നിന്ന് എടുത്താണ് കൊടുക്കുക. റിസർവ് കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാനായിട്ട് നോർമലി കൊടുക്കുക. നമ്മുടെ ഒരുപാട് റിസർവായി, ആവശ്യത്തിൽ കൂടുതൽ റിസർവായി. അപ്പോൾ റിസർവ് കുറയ്ക്കാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ബോണസ് ഷെയർസ് കൊടുക്കുക. അപ്പോൾ ആ റിസർവിൽ നിന്നായിരിക്കും നമ്മൾ പൈസ എടുക്കുക. അതുകൊണ്ടാണ് ഈ റിസർവുകളൊക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട്, ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ റിസർവ്സ്. ഇതിലേതെങ്കിലും ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പൈസ എടുത്ത് കൊടുക്കുക. So the declaration of the bonus, the first entry is a profit and loss appropriation account debtor, general reserve account debtor, capital redemption account debtor, security premium account debtor or capital reserve account debtor to bonus shareholders. ഇതാണ് ആദ്യത്തെ എൻട്രി. ഇഷ്യൂഡ് അറ്റ് പാറിൽ രണ്ട് എൻട്രീസ് ആണ്. ഫസ്റ്റ് എൻട്രി ആണ് ഇതിൽ പറഞ്ഞത്. ദെൻ ദ സെക്കൻഡ് എൻട്രി ഓൺ ദ ഇഷ്യൂ ഓഫ് ദ ബോണസ്. ഇനി ബോണസ് കൊടുക്കുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എൻട്രിയാണ് പറഞ്ഞത്. ഈ ബോണസ് കൊടുക്കുമ്പോൾ the bonus shareholders account debtor to share capital account. It is a entry regarding your on the issue of the bonus. So that is a bonus to the shareholders account debtor to the share capital. These are the two important entries are relating with the issue at a par. Parl വരുമ്പോൾ രണ്ട് situation, the declaration of the bonus. Another one is the issue of the bonus. These are the entries regarding your the bonus shares issued at par. Okay. And second situation is issued at a premium. ശ്രദ്ധിക്കുക, ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. issued at a premium. The channel entry, there is only change. ഇവിടെ മാത്രം ചേഞ്ച് വരുള്ളൂ. പറയാം, same the first entry almost same. ഇതൊക്കെയാണ് സിംഗിൾ ഫണ്ട് മാത്രം കയറി വരുന്നു. The P&L appropriation account debtor, then general reserve account debtor, capital redemption account debtor, security premium account debtor, sinking fund account debtor. Sinking fund ആയിരിക്കും additional element ആയിട്ട് വരാം. account debtor to bonus to the shareholders. അത് ഡിക്ലറേഷൻ ഓഫ് ബോണസ് വരുമ്പോൾ അറ്റ് പ്രീമിയത്തിലാണ് നിങ്ങളുടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതുന്ന എൻട്രി വലിയ മാറ്റമൊന്നുമില്ല. നോർമലി സെയിം എൻട്രി തന്നെയാണ് നിങ്ങളവിടെ എഴുതാം. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സിംഗിൾ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ദ ബോണസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ബട്ട് ഓൺ ദ ഇഷ്യൂ ഓഫ് ദ ബോണസ് ശരിക്കും ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിലാണ് ഇഷ്യൂ. ഒരു എലമെൻറ്റൂടെ കയറി വരും. bonus shareholder account debtor to the share capital account to the security premium. ഇവിടെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇത് ചേഞ്ച് മാത്രമല്ല. ഇവിടെയാണെങ്കിൽ അറ്റ് പാറിലാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. അറ്റ് പാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ബോണസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ അറ്റ് പ്രീമിയം ആണ്. അറ്റ് പ്രീമിയം ആയതുകൊണ്ട് നിങ്ങൾ ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ദീസ് ആർ ദ ടു entries issued at a par and the issued at a premium. Okay, another situation, converting the partly paid up shares into the fully paid. ഞാൻ നേരത്തെ പറഞ്ഞു 10 രൂപയുടെ ഫേസ് വാല്യൂ ഷെയർസ് ചിലപ്പോൾ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യണേക്കാൾ മുമ്പ് അതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. എന്തിലേക്ക്? ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് മാറ്റണം. ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാനുള്ള 3 എൻട്രീസ് ആണ് പറഞ്ഞത്. സെക്കൻഡ് സിറ്റുവേഷൻ ഡീൽ വരുന്ന ടു കൺവേർട്ടിംഗ് ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ടു ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് shares. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സിറ്റുവേഷൻ കഴിഞ്ഞു, when fully paid shares are issued. Second one is to convert the partly paid shares to the fully paid up shares. Okay, the first one is the declaration of bonus. Bonus declare ചെയ്യുമ്പോൾ ഈ 3 എലമെന്റ് ആണ് വരാം. One is the P&L appropriation account debtor, general reserve account debtor, capital reserves account debtor. ഈ 3 എലമെന്റ് ആയിരിക്കും അവിടെ വരാം. The P&L appropriation account debtor, general reserve account debtor, capital account debtor to the bonus shareholders. The second entry is making due the final call. That means final call വരണം. അവിടെ എന്താണ് നിങ്ങൾ പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ കൺവേർട്ട് ചെയ്യണം, അത്ര ഫുള്ളി പെയ്ഡ് അപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു എൻട്രിയുടെ അഡീഷണലി വരും. The entry is share final call account debtor to the share capital. That's the entry, share final call account debtor to share capital. There is a making to the due of the final call. And third entry regarding the utilization of the bonus, that is a bonus shareholders account debtor to share final call account. Share final call account. These are 3 important entries regarding to converting the partly paid shares into fully paid up. രണ്ട് സിറ്റുവേഷൻ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഫുള്ളി പെയ്ഡ് അപ്പ് ലിസ്റ്റ് ചെയ്യുമ്പോൾ, ഒന്ന് പാർട്ട്ലി പെയ്ഡ് ചെയ്യുമ്പോൾ. പാർട്ട്ലി പെയ്ഡ് ചെയ്യുമ്പോൾ ഈ 3 എൻട്രീസ് നമുക്ക് ആവശ്യമായിട്ട് വരാം. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് എൻട്രീസ് P&L appropriation account debtor, general reserve account debtor,
capital reserve account return to bonus shareholders account. That's the declaration of the bonus declaring entry number. And another entry is making the due of the final call. Final call due on a summit. That's a share final call account return to the share capital account. And the last entry is on the utilization of the bonus utilization summit. That's a bonus shareholders account debtor to the share final call account. So these are the entries regarding the converting the partly paid shares into the fully paid up shares. ഒരിക്കൽ കൂടി പറയുന്നു, ശ്രദ്ധിക്കുക, ബോണസ് ഇഷ്യൂ നടത്താൻ രണ്ട് സിറ്റുവേഷൻസ് ആണ്. ഒന്ന് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അത് പാറിലാവാം പ്രീമിയത്തിലാവാം. രണ്ട് സിറ്റുവേഷൻസ്, ഫുള്ളി പെയ്ഡ് ഷെയർസ് ഒന്നെങ്കിൽ പാറിൽ വരാം, ഒന്നെങ്കിൽ പ്രീമിയത്തിൽ വരാം. രണ്ടാം സിറ്റുവേഷൻ കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ദ ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഓക്കെ, ആൻഡ് ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് രണ്ട് സിറ്റുവേഷൻ, പാർ ആൻഡ് ദ പ്രീമിയം. പാറിലാണെങ്കിൽ ഫസ്റ്റ് എൻട്രി ഡിക്ലറേഷൻ ഓഫ് ബോണസിൽ നമ്മൾ ആവശ്യമായ എൻട്രിയാണത്. നമ്മൾ പറയുന്ന പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, then to the bonus shareholders. ഇതാണ് ഡിക്ലറേഷൻ ഓഫ് ദ ബോണസ്. ആൻഡ് ഓൺ ദി ഇഷ്യൂ ഓഫ് ദ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പാർ. ദെൻ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ചെറിയ എലമെന്റ് സിംഗിൾ ഫണ്ട് കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം കോമൺ എലമെന്റ്സ് ആണ് ടു ദ ബോണസ് ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് സെക്കൻഡ് എൻട്രി ഓൺ ദ ഇഷ്യൂ ഓഫ് ദ ബോണസിൽ മാത്രം ചെറിയൊരു മാറ്റം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. കാരണം ഇവിടെ പ്രീമിയം ഇല്ല, പ്രീമിയം വരുമ്പോൾ ഈ താഴെ ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ തന്നെ എന്താണ് ഷെയർ പ്രീമിയം അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ്സ് എ ഫസ്റ്റ് സിറ്റുവേഷൻ. ആൻഡ് സെക്കൻഡ് സിറ്റുവേഷൻ ഇസ് ടു കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ദ ഫുള്ളി പെയ്ഡ് ഷെയർസ്. അങ്ങനെ ഒരു മൂന്ന് എൻട്രീസ് ആണ് വരിക. വൺ ഈസ് എ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ റിസർവ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ റിസർവ്സ് അക്കൗണ്ട് അറ്റ് ടു ദ ബോണസ് ഷെയർ ഹോൾഡർ, ഡിക്ലറേഷൻ ഓഫ് ദ ബോണസ്. Then another one is making the due of the final call, share final call account at to share capital account. And the bonus last entry is on utilization of bonus, that's a bonus shareholders account debtor to the share final call account. These are the journal entry. ഇപ്പോൾ ഈ journal entries നന്നായിട്ട് പഠിക്കുക. That is ഈ journal entry മാത്രം പഠിച്ച് നമുക്ക് എല്ലാം പ്രൊണൗൺസ് ചെയ്യാം. ഈ journal entry മാത്രം അറിഞ്ഞിരിക്കുക. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസും പാർട്ട്ലി പെയ്ഡ് ഷെയർസ് വരുന്ന എൻട്രീസ്. Then the two important notes ഇവിടെ ടു കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്, നിങ്ങൾ ഷെയർസിനെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. The one is share premium account and capital remittances account cannot be utilized. ഈ രണ്ട് അക്കൗണ്ടുകളും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതൊട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ഈ രണ്ട് അക്കൗണ്ടുകളില്ല. ഏത്? വൺ ഈസ് ദ ഷെയർ പ്രീമിയം അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ടുകളും ഇവിടെ മുകളിൽ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് രണ്ടും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സെബിയുടെ ഗൈഡ് ലൈനായിട്ട്. അപ്പോൾ നമുക്ക് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് എലമെന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഷെയർ പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവില്ല, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ്സ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ട്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് കൺവേർട്ടഡ് ടു ദ ഫുള്ളി പെയ്ഡ് അപ്പ് വൺസ് അപ്ലൈങ് ദ ബോണസ്. അതായത് നിങ്ങളുടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസുകൾ എന്താക്കി മാറ്റണം, ആദ്യം ഫുള്ളി പെയ്ഡ് അപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പാടുള്ളൂ. ദാറ്റ്സ് ലോജിക്. When partly paid shares are converted to fully paid up fund, applying the bonus, shareholders get the converting the partly paid shares into the fully paid without paying the final call. അതുകൊണ്ടാണ് ഈ എൻട്രി ഇവിടെ വരുന്നത്. ആ സിറ്റുവേഷനിലൂടെ നിങ്ങൾ 8 രൂപയുടെ 10 രൂപയുടെ ഫേസ് വാല്യൂ ഒരു ഷെയർ 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 2 രൂപയുടെ അവിടെ എന്ത് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. ആ കോൾ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ബോണസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ദ ഫുള്ളി പെയ്ഡ് അപ്പിലേക്ക് മാറ്റുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഷെയർ പ്രീമിയമോ ക്യാപിറ്റൽ റംഷോ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ലിസൺ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് ഈ രണ്ടും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് അനദർ വൺ ഈസ് വെൻ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ കൺവേർട്ടിംഗ് ടു ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. അതിനുശേഷം മാത്രമേ ബോണസ് കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഈ അഡീഷണൽ എൻട്രി ഇവിടെ വരാനുള്ള കാരണം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് റിഗാർഡിംഗ് യുവർ ദ കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ദ ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഓക്കെ, ആൻഡ് ദീസ് ആർ അഡീഷണൽ എൻട്രി. ജനറൽ എൻട്രി ഫോർ ദ ക്യാഷ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു ബോണസ് ഇസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ദ ഷെയർ ഓർ ക്യാഷ്. നിങ്ങൾ ക്യാഷ് ആയിട്ട് തുടങ്ങിയെങ്കിൽ ഷെയറിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കാം. ക്യാഷ് ഇല്ലാത്തവരാണ് ഷെയർ ആയിട്ട് ബോണസ് കൊടുക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ ബോണസ് ഷെയർസിന് ആവശ്യം വരുന്നത്. ഇനി ബോണസ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് എൻട്രി? രണ്ട് എൻട്രീസ് വേണം. വൺ ഈസ് എ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ദ ബോണസ് പേബിൾ അക്കൗണ്ട്
And second one is നമുക്കൊരു ബാങ്കിലേക്കാണ് ബോണസ് കൊടുക്കുക. So bonus payable account at to bank. This being P&L appropriation അക്കൗണ്ടിലാണത് റെക്കോർഡ് ചെയ്യുന്നത്. ബോണസ് കൊടുക്കുക ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ട P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. P&L appropriation account debtor to bonus payable account. രണ്ട് എൻട്രി വരെ. രണ്ടാമത്തെ എൻട്രിയാണ് നിങ്ങൾ ആ ക്യാഷ് എവിടേക്കാണ് കൊടുക്കുന്നത്, നേരിട്ട് കയ്യിലല്ല കൊടുക്കുക, ബാങ്കിലേക്കാണ് ഇട്ട് കൊടുക്കുക. So the bonus payable account debtor to the bank. These are entries regarding the cash bonus. Then these are the entries for the bonus dividend. The bonus dividend കൊടുക്കുമ്പോൾ ആവശ്യമില്ലെങ്കിൽ മറന്നിരിക്കണം. And the bonus dividend is payable general reserve account debtor to bonus dividend account. Then being the final call is due, share final call account debtor to equity share capital account. Then utilization of the bonus dividend, that means bonus dividend account debtor to share final call account. ഈ മൂന്ന് എൻട്രീസ് ആണ് നിങ്ങൾ ബോണസ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ. ബോണസ് ഡിവിഡൻഡ് എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് വരാം. വളരെ റയറായിട്ട് നമുക്ക് ആവശ്യം വരണം, അതിൽ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. The bonus dividend payable, what is the entry? General reserve account debtor to bonus dividend account. And being final call is due, എന്താണ് അതിൻ്റെ ജനറൽ എൻട്രി? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് debtor to equity share capital account. And utilization of the bonus dividend is a bonus dividend account debtor to share final call account. And these are the important entries regarding your the bonus. So once again, what do you mean by term is a bonus? The bonus means is an additional. The term is representing the addition or extra with the free cost. The bonus shares mean it's like a free cost share. These are the shares given to the existing shareholder as the free cost. എപ്പോഴും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. കമ്പനിയിൽ ഒരുപാട് റിസർവ്സ് വരുമ്പോൾ ആ റിസർവ് കുറയ്ക്കാനായിരിക്കും ഒരു പലപ്പോഴും എന്ത് കൊടുക്കുക, ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്താം. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ അത് രണ്ട് രീതിയിൽ കൊടുക്കാം. ആൻഡ് വൺ ഈസ് cash bonus, another one is bonus shares. This cash bonus, the bonus paid in the form of the cash, and the bonus share means suppose if the insufficient cash balance, you are likely to give the bonus in the form of the share because there is chance for affecting the working capital. So in order to reduce this problem, we are issuing the bonus in the form of share. The term is known as the bonus shares. Okay, so there is a bonus share and there is a cash bonus. And these are SEBI guidelines regarding the bonus issue. So bonus ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. This is a condition for issue of the bonus shares. Notes ഉണ്ട് നിങ്ങളുടെ എല്ലാം. Condition for issue of the bonus shares. And there is the difference between the bonus shares and the right shares. That means the right shares is a paid shares and bonus shares is a free cost of share. That's the basic difference. The bonus shares is always a paid. Bonus shares is a free shares. Right shares is a paid form of the shares. The right shares it is mandatory. The bonus shares that's not necessary. These are the accounting entry. The two situations when the fully paid up shares are issued and to converting the partly paid up shares into the partly paid shares issue ചെയ്യുന്ന സമയത്ത് തന്നെ fully paid up ലേക്ക് മാറ്റണം. And these are entries for regarding the fully paid up shares at പാറിലാണെങ്കിൽ ഈ രണ്ട് എൻട്രിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം. നിങ്ങളുടെ ഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ ഈ രണ്ട് എൻട്രിയാണ്. ഇവിടെ അഡീഷണൽ എലമെന്റ് സെക്യൂരിറ്റി പ്രീമിയം ആഡ് ആവുന്നു. ഇനി ചില സിറ്റുവേഷനിൽ നമുക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫുള്ളി പെയ്ഡ് അപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദീസ് ആർ ദ എൻട്രീസ് ഫോർ കൺവേർട്ടിംഗ് ദ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ടു ദ ഫുള്ളി പെയ്ഡ് അപ്പ്. ഈ മൂന്ന് എൻട്രീസിന് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരാം. ഓക്കെ, നോട്ട്സ് നോക്കിക്കോളെ. ഈ മൂന്ന് എൻട്രീസ് അവിടെ കാണാനായിട്ട് സാധിക്കും. ടു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്. ഓക്കെ, ദ നോട്ട്സ് ശ്രദ്ധിക്കുക. ഷെയർ പ്രീമിയം അക്കൗണ്ട് ദാറ്റ് ടു ക്യാപിറ്റൽ റിട്ടംഷൻ അക്കൗണ്ട് cannot be utilized for the converting the partly paid up shares to the fully paid up shares. അതോട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പ്രീവിയസ് സൈഡിൽ അത് കാണിച്ചിട്ടുണ്ടാവില്ല, കാരണം എൻട്രിയിൽ ആ രണ്ട് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ജേണൽ എൻട്രീസ് ഫോർ ദ ക്യാഷ് ബോണസ്, P&L appropriation account debtor to bonus payable account debtor to bonus payable account, and another one is to bonus payable account debtor to the two bank. These are two important entries regarding the cash bonus. The one is a P&L appropriation account debtor to the bonus payable and bonus payable account debtor to the bank. ബാങ്കിലേക്കാണ് ക്യാഷ് ബോണസ് നമ്മൾ കൊടുക്കുക നോർമലി. And these are the entries for the bonus dividend. The bonus dividend കൊടുക്കുക നമുക്ക് മൂന്ന് situations വരും. One is the bonus dividend payable with general reserve account debtor to the bonus dividend account, and being the final call is due, the share final code account debtor to the equity share capital account.
and the utilization of the bonus dividend account added to the share final call account. So these are the entries regarding the bonus dividend. Okay, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ നോട്ട്സ് എടുക്കാം. റൈറ്റ് ഷെയർസിൻ്റെ കൂടെ തന്നെ നോട്ട്സ് കിടക്കുന്നത്. ഈ ജേണൽ എൻട്രീസ് ഒന്ന് വാച്ച് ചെയ്യാം. ആദ്യത്തെ 2 എൻട്രീസ് തന്നെ, കാരണം ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസും പാർട്ടി പെയ്ഡ് ഓഫ് ഷെയർസ്, ഇതാണ് കൂടുതൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരാം. ബാക്കിയെല്ലാം നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ വരാവുന്ന അഡീഷണൽ എൻട്രീസ് ആണ്. കാരണം ക്യാഷ് ബോണസിൻ്റെ എൻട്രിയും ബോണസ് ഡിവിഡൻഡ് എൻട്രി നമുക്ക് 2 മാർക്ക് കൂടുതൽ ചോദിക്കാം. അപ്പോൾ 2 എൻട്രി നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, സോ നന്നായി പഠിക്കുക, സംശയങ്ങൾ വിളിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് and thank you for watching me and wish you all the best.